കമൽ, എന്താണ് വയനാട്ടിലെ അവസ്ഥ? വയനാടിനെ സംബന്ധിച്ച് അതിർത്തി കടന്നും മറ്റും വരുന്ന വാഹനങ്ങൾ, ഒരുപാട് പേർ യാത്ര ചെയ്യുന്ന ഇടം, അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള സ്ഥലം കൂടിയാണ്. എന്താണ് ഇന്ന് അവസ്ഥ? മോത്തി, വാഹനങ്ങൾ എവിടെയും തടയുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എവിടെയും അത്തരത്തിൽ സമരാനുകൂലികൾ റോഡിലിറങ്ങുകയോ വാഹനങ്ങൾ തടയുകയോ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. KSRTC ദീർഘദൂര സർവീസുകൾ നടത്തുന്നുണ്ട്. ഞാനിവിടെ കൽപ്പറ്റ KSRTC ബസ് സ്റ്റാൻഡിന് പുറത്താണുള്ളത്. ഞാൻ വന്നതിന് ശേഷം തന്നെ ഒരു 4-5 ദീർഘദൂര KSRTC ബസ്സുകൾ ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം തുടങ്ങിയ സൂപ്പർഫാസ്റ്റ് ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്നടക്കം സുൽത്താൻ ബത്തേരിയിലേക്കും മാനന്തവാടിയിലേക്കും വരുന്ന KSRTC ദീർഘദൂര ബസ്സുകളും ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം ഉണ്ടാകുമോ എന്നറിയില്ല. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിന് പുറത്തൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കടന്നുപോയ ഒരു കോഴിക്കോട് ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഉണ്ടായത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ട KSRTC ബസ്സാണ് ഡ്രൈവറും കണ്ടക്ടറും മാത്രമായി സർവീസ് നടത്തുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റോഡിലൊക്കെ കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് കൂടുതലായും റോഡിലുള്ളത്. നാട്ടുകാർ തീരെ പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. കടകൾ തുറന്നിട്ടുമില്ല. ഇപ്പോഴിതാ ഒരു KSRTC സൂപ്പർഫാസ്റ്റ് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ആണ് ഇപ്പോൾ കൽപ്പറ്റയിലൂടെ കടന്നു പോകുന്നത്. അത്തരത്തിൽ ഇതുവരെ KSRTC അയച്ചിട്ടുള്ള ബസ്സുകളെല്ലാം കടന്നു പോയിട്ടുണ്ട്. എവിടെയും ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മോത്തി, ശരി, കമലാണ് വിശദവിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും.